നറൂട്ടോയിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇറ്റാച്ചി മരിക്കുന്നത് കാണുമ്പോൾ ആ സീൻ നമുക്ക് അത്രയ്ക്കൊന്നും കണക്ട് ആവത്തില്ല. ബിക്കോസ് അത്രയും നാള് നമ്മളും ഇറ്റാച്ചി ഒരു വില്ലനായിട്ടാണ് കണ്ടിരുന്നത്. ബട്ട് ഇറ്റാച്ചി മരിച്ച ശേഷം ഒബീറ്റോ സാസ്കയോട് ഇറ്റാച്ചിയുടെ റിയൽ സ്റ്റോറി പറയും. അത്രയും നേരം ആ ഡെത്ത് കണ്ട് കരയാത്തവരാണെങ്കിൽ പോലും ആ ബാക്ക് സ്റ്റോറി കാണുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വരും. ഇറ്റാച്ചി അവന്റെ ലൈഫ് ഫുള്ള് എപ്പോഴും അവന്റെ ജനങ്ങൾ നന്നായിരിക്കണം, എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ തന്നെ ഒരു വില്ലനായി കാണിച്ച് സ്വയം ഒരു നല്ലവനായി ജീവിച്ച് മരിക്കും. ഇറ്റാച്ചി മരിക്കുന്ന ലാസ്റ്റ് സെക്കൻഡിൽ പോലും പുള്ളിയുടെ അമറ്ററാസു പുള്ളി സാസ്കേക്ക് കൊടുക്കും. എങ്ങനെയും എന്റെ ജീവൻ പോകാൻ തന്നെയാ പോകുന്നത്, അത് എന്റെ അനിയന്റെ കൈകൊണ്ട് തന്നെ സംഭവിച്ച അവന് മങ്കയ്ക്കു ചെറുങ്കാനെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഇറ്റാച്ചി അവന്റെ അനിയന്റെ കൈകൊണ്ട് മരണപ്പെടും. മരണം പോലും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ട് പോകും. ആൻഡ് നിഞ്ചാവാർ ടൈമിൽ റീഅനിമേറ്റ് ആയി വന്ന സമയത്ത് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അവന്റെ വിധി തന്നെ അവൻ ഇഷ്ടത്തിന് മാറ്റാമായിരുന്നു. ബട്ട് അപ്പോഴും ഈ ഷിനോബി വേൾഡിനെ രക്ഷിച്ച ശേഷം അവസാനമായിട്ട് അവന്റെ അനിയനെ ഒരു നോക്ക് കണ്ട ശേഷം ഇറ്റാച്ചി തന്നെ ഡിസപ്പിയർ ആയി പോകും. നറൂട്ടോ ഫാൻസിന് എല്ലാവർക്കും അവരവരുടേതായ ഡിഫറെന്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ബട്ട് എല്ലാ ഫാൻസും കോമൺ ആയി ഇഷ്ടപ്പെടുന്ന, കോമൺ ആയി റെസ്പെക്ട് ചെയ്യുന്ന ഒരേ ഒരു ക്യാരക്ടറേ ഉള്ളൂ, അതാണ് ഇറ്റാച്ചി ഉച്ചിഹ.